ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പനമ്പള്ളി നഗർ പാസ്പോർട്ട് ഓഫീസിൻ്റെ മുമ്പിലാണ്. ഇതാണ് പാസ്പോർട്ട് ഓഫീസ്. ഇവിടെ നിന്ന് കൊച്ചു കടവന്ത്രയിലേക്ക് പോകുന്ന വഴിയുണ്ട്. അതായത് വിദ്യാനഗറാണ് റോഡ്. വിദ്യാനഗർ റോഡിൻ്റെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ചെറിയൊരു പാലമുണ്ട്. ആ പാലത്തിന് തൊട്ട് മുമ്പിൽ ലെഫ്റ്റ് സൈഡിലോട്ടൊരു വഴിയുണ്ട്. അവിടെയാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല നാടൻ രീതിയിലുള്ള ബീഫും ചിക്കനും നല്ല മത്സ്യവും എല്ലാം കിട്ടുന്ന ഒരു നല്ലൊരു കടയുണ്ട്, കുറ്റിമുല്ല. നമ്മൾ ഇന്ന് അവിടുത്തെ ഭക്ഷണമാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഭയം അതെ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞ മറ്റേ കൊച്ചി കടവന്ത്ര പോകുന്ന പാലം. അവിടം വരെ പോകേണ്ടത്. കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കുറ്റിമുല്ല എന്നുള്ള ബോർഡ് കാണാതെ. അപ്പോൾ എന്തായാലും ആണ് ബോർഡ്. അപ്പോൾ അതിനകത്ത് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റിലോട്ടാണ്, നമ്മൾ ലെഫ്റ്റിലേക്ക് അങ്ങോട്ട് പോവുക. അതെ, നമ്മൾ കുറ്റിമുല്ല എത്തിക്കൊണ്ടിരിക്കുന്നു. എത്തി. ഞാനിപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നടന്ന് കയറി. ഇതാണ് കുറ്റിമുല്ല ഫാമിലി റെസ്റ്റോറൻറ്റ്, ടേസ്റ്റ് ഓഫ് ഷാപ്പ് ഫുഡ്. ശരിക്കും പറഞ്ഞാൽ നല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല നാടൻ രീതിയിലുള്ള ഇറച്ചിയും മീനും എല്ലാം കിട്ടും. നല്ല ഷാപ്പ് ഫുഡാണ് ഇവിടുത്തെ മെയിൻലി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിഷസ്. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ. വാ. ഹലോ, നമസ്കാരം. 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 ഇത് സന്തോഷ് ചേട്ടൻ. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് തട്ടാറുള്ളതുകൊണ്ട് തന്നെ നല്ല പരിചയത്തിലാണ്. ഓക്കെ. ഇപ്പോൾ സന്തോഷ് ചേട്ടനാണ് ഇതിൻ്റെ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ 1-2 പേരും കൂടി ഉണ്ട്. 2 പേരുണ്ട്. അപ്പോൾ ഇന്ന് ഒഫീഷ്യലായിട്ട് ഞാൻ വന്നേക്കുവാണ് ഇവിടെ. ഓക്കെ. എന്തായാലും ഒഫീഷ്യലായിട്ട് വന്നതിൽ സന്തോഷം. അല്ലാണ്ട് വന്നതിലും സന്തോഷം. നമുക്ക് പോവാം. അതിനു മുമ്പ് നമ്മൾ എന്താ ശരിക്കും ഈ കുറ്റിമുല്ല എന്നുള്ളൊരു പേരിട്ട് എന്ത് ഉദ്ദേശിച്ചത്? ശരിക്കും കേൾക്കുമ്പോൾ എന്താ പറയുക, ഒരു പൂക്കടയാണെന്നോ? അല്ല, നമ്മുടെ ഓരോ നാടൻ പാട്ടുകളുടെ പേരൊക്കെ പോലെ അല്ല. അത് നമ്മളിത് ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഒരു പ്രസിദ്ധമായ ഒരു ഷാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനോടൊത്ത് നിന്നൊരു പേര് വേണമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് പേര് കിട്ടി. അത് കുറച്ച് നമുക്കത് നല്ല രീതിയിൽ തന്നെ വന്ന് നമ്മൾ ചിന്തിച്ചപ്പോൾ നമുക്ക് ആദ്യം നമ്മളതല്ല ചിന്തിച്ചത്. പക്ഷേ ഈ സാധനം വന്ന് വീണപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഇടാൻ തോന്നി. അങ്ങനെയാണ് അതിൻ്റെ യഥാർത്ഥ സംഭവം. എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ഈ നല്ലൊരു ക്രൗഡഡ് ഏരിയയാണ് ശരിക്കും. പനമ്പള്ളി നഗർ പാസ്പോർട്ട് ഓഫീസ് കറക്റ്റ് റെസിഡൻഷ്യൽ ഏരിയ ശരിക്കും. ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ നല്ലൊരു നമ്മുടെ നാടൻ ഫുഡ് കൊടുക്കാൻ നല്ല പോക്കുണ്ടോ? നല്ല ഇപ്പൊ വിഷ്ണു അല്ലാണ്ട് ഇവിടെ വന്നു, എന്റെ സുഹൃത്തായിരുന്നു. ഇതൊക്കെ ശരിയല്ലേ? അതൊക്കെ ശരിയാണ്. ഈ വിഷ്ണു ഇത് അന്വേഷിച്ചാണ് ഇവിടെ വന്നത്. അതെ അല്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നല്ല ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് ആളുകൾ ഒരു കാരണവശാലും ഇതിന്റെ ഫ്രണ്ടിൽ കൂടി ആൾക്കാർ നടന്നു പോകുന്നവരാരും കയറാറില്ല. ഇതിനു വേണ്ടി മാത്രം അന്വേഷിച്ച് ഇവിടെ വരുന്നവരാണ് നമ്മുടെ കസ്റ്റമേഴ്സ്. അത് ഇപ്പൊ കപ്പ ടി വിയിൽ നിന്നപ്പോഴും ഇനി നാളെ സിനിമാടനാകുമ്പോഴും ഞങ്ങളെ മറക്കലെന്നാണ് ഇപ്പൊ ഞങ്ങൾ പൊന്നായിരിക്കട്ടെ. അപ്പോൾ ഇത് നമ്മുടെ കുറ്റിമുല്ല അതിന്റെ ഓപ്പണിങ്ങിൽ ലാൽ സാറായിരുന്നു. അതെ, അല്ല ലാൽ സാറായിരുന്നു എൻ്റെ. സാഞ്ചേട്ടനുണ്ട്. പിന്നെ അതുകൂടാണ്ട് പ്രസിദ്ധരായ ഇപ്പോഴത്തെ നാളെ പ്രസിദ്ധനാകാൻ പോകുന്ന ഒരാളും കൂടി ഔദ്യോഗികമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കുള്ളത് ഇപ്പോൾ എത്ര നാളായി? ശരി, കൃത്യം 2 വർഷം. കൃത്യം 2 വർഷം. അപ്പോൾ ആരൊക്കെയാ? ചേട്ടനും ഉണ്ട്, സന്തോഷേട്ടനും ഉണ്ട്, ഞാനുണ്ട്, എൻ്റെ പേര് തന്നെയുള്ള ഒരു സന്തോഷുണ്ട്, ഒരു അനിലുണ്ട്, സമീർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇനി അതിനേക്കാൾ ഏറ്റവും രസകരമായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ ലോകത്ത് നിന്ന് ഞങ്ങളുടെ കൂടെയിലേക്ക് പെട്ടെന്ന് ഒരാൾ അടുത്തൊരു കട ഓപ്പണിംഗ് ആകുമ്പോൾ അദ്ദേഹം കൂടെ ഉണ്ട്. അതിനകത്ത് അദ്ദേഹം ഒരു പാർട്ണറാണ്. മൊത്തം സാജൻ പള്ളുരുത്തി. ഓക്കെ. അപ്പോൾ സാജൻ പള്ളുരുത്തി ചേട്ടനും കൂടെ ഇവരുടെ ഒരു പാർട്ണറാണ്. നെക്സ്റ്റ് ഒരു വെഞ്ചർ തുടങ്ങുന്നുണ്ട്. നീ ഒന്ന് പാലാരോട്ടത്താണല്ലേ? പാലാരോട്ടത്ത് ഉണ്ട്. ഞങ്ങൾക്ക് നേരെ അറിയാവുന്നതാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനി അതിൽ നിന്ന് കത്തി അടിച്ച് ആൾക്കാരെ കൊല്ലാൻ നേരെ നമ്മുടെ കിച്ചണിലേക്ക് പോവാം. നമ്മളുടെ കിച്ചണിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇവിടെ ഓരോ സെറ്റുകളൊക്കെ ഇങ്ങനെ എല്ലാം ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ്. ഇവിടെ എല്ലാം എന്താ പറയാ, ഇനി കേരളത്തിൽ ഒരു ഹോട്ടലിലും കാണില്ല. നേരിട്ട് അടുക്കളയിൽ വരാം. ഇത് കണ്ടതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ട് പോവാം. അവിടെ ഇരിക്കുമ്പോൾ സാധനങ്ങളെല്ലാം വന്നിരിക്കും. ഇത് ഏരി തലയുണ്ട്, എല്ലാം ഉണ്ട്. ഇത് കായലിലെ പറ്റ.
ഇത് കടലിലെ വറ്റ. കടലിലെ വറ്റ. അപ്പോൾ വറ്റ കേന്ദ്രമാണ് ഇത് രണ്ടെണ്ണം. അല്ല, ഓരോ ദിവസം മാറി മീൻ നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന അനുസരിച്ച് ഡെയിലി പർച്ചേസ് ചെയ്യാം. ഫ്രഷ് മീൻ കിട്ടുന്ന അനുസരിച്ച് അവൈലബിലിറ്റി അനുസരിച്ചാണ് ഇവിടുത്തെ കറികൾ. കരിമീൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ നല്ല എന്താ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞേക്ക് നല്ല ഗ്രേവി, കട്ട ഗ്രേവിയുള്ള ചിക്കൻ കറി, താറാവ് കറി, തേങ്ങാപ്പാൽ ഒഴിച്ചത്, വായില് വെള്ളം കക്കയിറച്ചി, നല്ല കക്കയിറച്ചി, കക്കയിറച്ചി, കൂന്തലുണ്ട്. ഇനി നമ്മൾ കരിമീൻ പൊള്ളിക്കാൻ പോണ്, പള്ളത്തിൽ വറക്കാൻ പോണ്. നമുക്കുള്ള കരിമീൻ ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നുണ്ട് വരഞ്ഞിട്ട്. പിന്നെ പള്ളത്തി കുഞ്ഞുമീൻ ഉണ്ടല്ലേ, ഇതെല്ലാം സെറ്റാക്കി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. വൈകിക്കണ്ട, ഇലയൊക്കെ ഉണ്ട് പൊള്ളിക്കാനുള്ളത്. അപ്പോൾ എല്ലാ പരിപാടിയും ഇതാണ്. അപ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ സുജിത്താണ്. നമസ്കാരം. ഇതാണ് സുജിത്തേട്ടൻ, നമ്മുടെ കരിമീൻ ഉണ്ടാക്കാൻ പോകുന്ന സുജിത്തേട്ടനാണ്. പിന്നെ ഇതിനേക്കാളും ഭീകരനായ ഒരാൾ ഞങ്ങളുടെ മെയിൻ പാചകക്കാരനുണ്ട്. അതായത് നമുക്ക് അടുത്ത ഒരു ഇതിലേക്ക് കൊണ്ടുവരാം, നമ്മുടെ പള്ളത്തിൽ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ കരിമീൻ പൊള്ളിക്കാൻ പോകണം ചേട്ടാ. നമുക്ക് എന്തായാലും തുടങ്ങാം. അപ്പോൾ നമ്മുടെ സന്തോഷം അവിടെ കുറച്ച് തിരക്ക് വന്നപ്പോഴത്തേക്കും പുള്ളി അങ്ങോട്ട് മുങ്ങി, എന്നെ സുഹിത്തേട്ടനെ ഏൽപ്പിച്ചിട്ട് അങ്ങ് മുങ്ങിയേക്കാം. അപ്പോൾ സുഹിത്തേട്ടൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് കരിമീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ മസാല പുരട്ടുന്ന മസാല വറക്കാം. ഇപ്പോൾ എനിക്ക് കൈയെടുത്താൻ പറ്റാത്തൊരവസ്ഥയിൽ നിങ്ങൾ കൊണ്ടുവച്ചേക്കുവാണല്ലോ. കുറച്ച് മഞ്ഞപ്പൊടി ഇടുക, ഇച്ചിരി മഞ്ഞപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് പാകത്തിന്. നമ്മുടെ വെളുത്തുള്ളി ചതച്ചത് അതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കുക, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സുധൻ എത്രയാണ് ഇവിടെ? ഞാനിപ്പോൾ 1 വർഷത്തോളം. ഇതിനു മുമ്പ് എറണാകുളത്തുണ്ടായിരുന്നു, കോട്ടയത്തുണ്ടായിരുന്നു, തൃശ്ശൂർ, എല്ലായിടത്തും ഇങ്ങനെ സർവൈവ്, ബാംഗ്ലൂർ, ബോംബെയിൽ എല്ലായിടവും ഇറങ്ങിയിട്ട് വന്ന് കൂടിയിരിക്കുകയാണ്. അപ്പം എല്ലായിടത്തും ഉണ്ടല്ലേ. നമുക്കിതിൽ നമ്മൾ കരിമീനിലോട്ട് നമ്മൾ ചെറിയ എന്താ പറയുക, ഇച്ചിരി മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത്, അതെല്ലാം കൂടി ആ കരിമീനിലോട്ട് അങ്ങ് പുരട്ടുക. വേറെ അധികമൊന്നും അങ്ങനെ യൂസ് ചെയ്യാനുള്ളതല്ലേ? അല്ല, ഇത് ഇത്രയേ ഉള്ളൂ. പുരട്ടി വെച്ചേക്കുകയാണ്. ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണയിൽ ഒന്ന് വാട്ടിയെടുക്കും അല്ലേ? ഇത് ഇരിക്കട്ടെ, കുറച്ച് നേരം നമുക്ക് നോക്കാം. അപ്പം അത് എടുക്കില്ല, അതെടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അത് പിന്നീട് ചെയ്യാം. അടുത്ത നമുക്ക് അതിൻ്റെ മസാല ഉണ്ടാക്കാം, കരിമീൻ പൊള്ളിക്കാനുള്ള മസാല ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ എന്താ കുരുമുളക്, ചതച്ച വെളുത്തുള്ളി, മഞ്ഞപ്പൊടി ഇട്ടില്ല, ഉപ്പുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കരിമീനിൽ അങ്ങ് പുരട്ടി അങ്ങ് വെച്ചേക്കാം കുറച്ച് നേരത്തേക്ക്. നമ്മളിപ്പോൾ അതിനുള്ള ഗ്രേവി, നമ്മുടെ പൊള്ളിക്കാൻ വേണ്ടിയുള്ള ഗ്രേവി മസാല അടിക്കാൻ പോകുന്നു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടായിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അധികമൊന്നും അങ്ങനെ എന്താ ഈ വറ്റ ഫ്രൈ ഒന്നും അധികം കാണാറില്ല. ഇപ്പോൾ അധികം കിട്ടാറില്ല ശരിക്കും പറഞ്ഞാൽ അല്ലേ വറ്റ. അടുത്ത നമ്മൾ വറ്റയാണ്. ഇതിപ്പോൾ നമ്മൾ കരിമീൻ പൊള്ളിക്കാൻ പോയത്, നല്ല ഫ്രഷ് സാധനം.